കേരള PSC ചെയർമാൻ രാജിവെക്കുന്നതാകും ഇതിനെക്കാട്ടി നല്ലത്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ഇല്ലെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു പ്രൈവറ്റ് സർവീസ് കമ്മീഷനോ അല്ലെങ്കിൽ പാർട്ടി സർവീസ് കമ്മീഷനോ ആയി ഒരു വിലയുമില്ലാതെ ആയി പോകും. ഇപ്പോൾ തന്നെ PSCയിൽ നിൽക്കുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ PSCയിലെ ചെയർമാനും അടക്കമുള്ളവരൊക്കെ ഇടതുപക്ഷത്തിന്റെ അനുഭാവികളാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. കൂടാതെ ഈ ചോദ്യപേപ്പറൊക്കെ തയ്യാറാക്കുന്നവർ ഇടതുപക്ഷ അനുകൂലികളാണ്. അതായത് മൊത്തത്തിൽ PSCയെ മൊത്തത്തിൽ 10 വർഷം കൊണ്ട് പിണറായി സർക്കാർ ഒരു CPMന്റെ ഒരു രണ്ടാമത്തെ ഒരു ടീമാക്കി മാറ്റിയിരിക്കുന്നു. അതായത് CPMലെ നേതാക്കൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് മാത്രം ജോലി കിട്ടുന്ന ഒരു ഇടമാക്കി PSC മാറ്റിയിരിക്കുന്നു എന്നാണ് ഉദ്യോഗാർത്ഥികൾ തന്നെ ഇപ്പോൾ പറയുന്നത്. അതായത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് പരീക്ഷയുടെ ആദ്യത്തെ പ്രിലിമിനറി എക്സാം ആണ് ഇന്ന് നടക്കാനിരുന്നത്. അതായത് ഉച്ചയ്ക്ക് 2 മണിക്ക്. വലിയ രീതിയിൽ കുട്ടികൾ അതായത് ഉദ്യോഗാർത്ഥികൾ ഉള്ളത് കൊണ്ട് തന്നെ 2 ഘട്ടമായിട്ട്, അതായത് ഒന്ന് ഇന്ന് രാവിലെയും ഒന്ന് ഉച്ചയ്ക്ക് 2 മണിക്കുമാണ് പരീക്ഷ നടത്താനായിട്ട് ഒരു ക്രമീകരണം നടത്തിയത്. പക്ഷേ ആലപ്പുഴയിൽ ജില്ലയിലാണ് PSC ചോദ്യപേപ്പർ മാറി നൽകി എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നത്. അതോടുകൂടി തന്നെ ഉച്ചയ്ക്കത്തുള്ള പരീക്ഷ റദ്ദ് ചെയ്തുകൊണ്ട് PSC ഔദ്യോഗികമായ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ആലപ്പുഴ ലേജന സ്കൂളിൽ നടന്ന പരീക്ഷയിലാണ് ചോദ്യപേപ്പർ മാറി നൽകിയത്. ഇതേ തുടർന്ന് PSC പരീക്ഷ റദ്ദാക്കിക്കൊണ്ട് ഒരു ഉത്തരവിറക്കിയിരുന്നു. PSC 10ാം ക്ലാസ് യോഗ്യതയുള്ള വിവിധ തസ്തികകളിലേക്ക് നടത്തുന്ന പ്രാഥമിക പരീക്ഷയാണ് റദ്ദാക്കിയത്. ഉച്ചയ്ക്ക് കൊടുക്കേണ്ട ചോദ്യപേപ്പറാണ് രാവിലെ വിതരണം ചെയ്തത്. രാവിലെയും ഉച്ചയ്ക്കും 2 ഘട്ടങ്ങളായി പരീക്ഷ നടത്തുമെന്നാണ് PSC ആദ്യം അറിയിച്ചത്. ആലപ്പുഴയിലെ ഒരു സ്കൂളിൽ ചോദ്യപേപ്പർ മാറിയെന്നാണ് ആദ്യം പുറത്തു വന്ന വിവരം. ഇതിന് പിന്നാലെ മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിൽ ചോദ്യപേപ്പർ ചോർന്നതായി വിവരങ്ങൾ പുറത്തു വന്നു. ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 3 മണിവരെയാണ് നടത്താനിരുന്ന പരീക്ഷയാണ് PSC ഇപ്പോൾ റദ്ദാക്കിയത്. സാങ്കേതിക കാരണങ്ങളാൽ പരീക്ഷ റദ്ദാക്കിയെന്നാണ് PSC നൽകുന്ന ഔദ്യോഗികമായ വിശദീകരണമെങ്കിലും PSCയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് ഈ പരീക്ഷ റദ്ദാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നത്. ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതാനായിട്ട് ഓരോ സെന്ററിലേക്ക് എത്തി പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിന് മുമ്പാണ് PSCയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി പരീക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഓരോ സെന്ററിലെയും PSC ഉദ്യോഗാർത്ഥികളെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എല്ലാ ജില്ലകളിലും ചോദ്യപേപ്പർ മാറിയതായ റിപ്പോർട്ടുകൾ വന്ന പശ്ചാത്തലത്തിൽ ചോദ്യപേപ്പർ വിതരണം ചെയ്തതിൽ PSCക്ക് ഗുരുതരമായ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് PSCയിലെ ഉദ്യോഗസ്ഥർ തന്നെ അവർ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. റദ്ദാക്കിയ പരീക്ഷയുടെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് PSC പറഞ്ഞത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യമായി ഉദ്യോഗാർത്ഥികളും രംഗത്തെത്തിയിട്ടുണ്ട്. കഠിനമായി പഠിച്ച് പരീക്ഷ എഴുതാനെത്തിയ നിരവധി ഉദ്യോഗാർത്ഥികളാണ് PSCയുടെ ഈ അനാസ്ഥ കാരണം ദുരിതത്തിലായത്. ഹാളിൽ കയറി ചോദ്യപേപ്പർ കൈപ്പറ്റിയ ശേഷമുണ്ടായ ഈ അപ്രതീക്ഷിതമായ നടപടി പരീക്ഷാർത്ഥികളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ആസൂത്രണ ബോർഡ് പരീക്ഷയിലെ മൂല്യനിർണ്ണയ വിവാദവും ക്രൈംബ്രാഞ്ച് അന്വേഷണവും കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് PSCയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യപേപ്പർ ചോർച്ച വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. ചോദ്യപേപ്പർ കൈകാര്യം ചെയ്യുന്നതിലും വിതരണം ചെയ്യുന്നതിലും ഉണ്ടായ ഈ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഇതിനോടകം ഉയർന്നിട്ടുണ്ടെങ്കിലും PSCയുടെ ഭാഗത്ത് നിന്നും ഒരു ശക്തമായ രീതിയിലുള്ള ഒരു ആഭ്യന്തര അന്വേഷണമോ ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നാലോ PSC സഹകരിക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആസൂത്രണ നിയന്ത്രണ ബോർഡിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇപ്പോഴത്തെ അന്വേഷണത്തിൽ പോലും PSC ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ചിനോട് സഹകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം.